ദേണ്ട നമ്മുടെ കൊല്ലത്ത് ഇതേപോലെ നോമ്പ് തുറക്കി സൗജന്യമായിട്ട് ഇത്രയും സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലം കൊല്ലത്തുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എന്നാൽ നമ്മൾ ഇന്നാണ് കണ്ടത് കേട്ടോ. ദാ ഈ ഒരു ബോർഡ് കണ്ടത് ഇതാ ഇന്ന് വൈകുന്നേരം കൊല്ലത്ത് പോയ സമയത്താണ്. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കൊല്ലത്തെ ഉമ്മാടെ കടയുടെ മുമ്പിലാണ്. നമ്മുടെ മാഹിനിക്കാണ് ഇതെല്ലാം സെറ്റാക്കുന്നത് കേട്ടോ. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും ദാ കടയുടെ ഫ്രണ്ടിലെല്ലാം കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഒരു ബെഞ്ച് വന്നതിന് ശേഷം കട്ട് ഫ്രൂട്ട്സ് ഒക്കെ അകത്തുനിന്ന് നല്ല കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തും. വൈകുന്നേരം നോമ്പ് മുറിക്കാനായിട്ട് സമയമാകുമ്പോഴത്തേനും ദാ ഇതേപോലെ നല്ല മുന്തിരിയും അതേപോലെ ഓറഞ്ചും നമുക്ക് അന്ന് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും കൂട്ടത്തിൽ നല്ല വടയും നല്ല സമൂസ, നല്ല അസൽ സമൂസയായിരുന്നു കേട്ടോ. സമൂസയും പിന്നെ നല്ല മാങ്ങ പഴുത്തതൊക്കെ വെട്ടി പിന്നെ നല്ല ഡേറ്റ്സും കൂടെ ഒക്കെ വെച്ച് വരുന്നവർക്ക് കൊടുക്കുകയെ. ഇതുവഴി പോകുന്നവർക്ക് ഇത് ഭയങ്കര ഒരു ഉപകാരമാണ്. കാരണം ഈ ഭാഗത്ത് ഞാൻ ചെന്ന സമയത്ത് കണ്ടത് ഇവിടെ ജോലി ചെയ്യുന്നവരും ജോലിക്ക് വന്നവരും കൊല്ലം ടൗണിൽ കയറിയവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് കേട്ടോ. ഇനി കഞ്ഞി വേണ്ടവർക്ക് ഇതാ കഞ്ഞിയുണ്ട്. കഞ്ഞി ആവശ്യം പോലെ കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. അതും ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് ഞാൻ നോക്കിയിട്ട് പാഴ്സലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നെങ്കിലും ആ ഭാഗത്തുള്ള ലോഡിങ്ങുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെ വന്ന് കയറുന്നത് കേട്ടോ. അതും ജാതി മതമൊന്നും നോക്കാതെ എല്ലാ വിഭാഗം ആളുകളും ഇവിടെ വന്ന് കഞ്ഞി മേടിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതുകൊണ്ട് മാത്രം വീണ്ടും തീരുന്നില്ല. വീണ്ടും ദാ ഒരു നേരത്തെ ഭക്ഷണം. നമ്മൾ ഇന്നലെ ചെന്നപ്പോൾ ഇടിയപ്പവും അതേപോലെ തന്നെ നാടൻ മുട്ടയിലുണ്ടാക്കിയ മുട്ടക്കുറുമ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഓരോ സാധനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിരിയാണി ആയിരുന്നു, അതിനു മുമ്പ് ചപ്പാത്തിയും കറിയായിരുന്നു. എൻ്റെ അറിവിൽ കൊല്ലത്ത് ഇതേപോലെ സ്വന്തം കയ്യിൽ നിന്ന് കാശിറക്കി ഇതേപോലെ നോമ്പ് തുറക്കാനായിട്ട് ആളുകൾക്ക്, അതും ഒരു പരിചയമില്ലാത്തവർക്ക് പോലും ഇതേപോലെ ഫുഡ് വെച്ച് വിളമ്പുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്ക് നോമ്പില്ല വേണ്ടയ്ക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കഴിപ്പിച്ചിട്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടാണ് എന്നെ വിട്ടത്. എന്തായാലും പുള്ളിക്ക് ഒരു ബിഗ് സല്യൂട്ട്.